യേശുവിൻ രക്ഷയ്ക്കായുള്ളതിനാൽ എന്തോരാനന്ദം നീ ഭൂവിൽ വാസം. യേശുവിൻ കൈകളിൽ കാത്തതിനാൽ എന്തൊരു സന്തോഷം ഭൂവിൽ വാസം. യേശുവേ 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ആമേൻ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. എങ്കിലും യേശുവേ ഹല്ലേലൂയ, അവിടുത്തെ വാക്കിന് ഞാൻ ഇന്ന് വലയിറക്കാം അപ്പ, അല്ലേ ഹല്ലേലൂയ. എങ്കിലും നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, അല്ലേ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും കർത്താവേ, കർത്താവേ ഹല്ലേലൂയ, ഇന്നു മുതൽ യേശുവേ ഹല്ലേലൂയ, അവിടെ നിന്ന് എന്താണോ പറയുന്നത് അതനുസരിച്ച് ഞാൻ ചെയ്യാം, അല്ലേ ഹല്ലേലൂയ. ഇവിടെ എന്താണെന്ന് പറഞ്ഞത് ഹല്ലേലൂയ, നമ്മളെ ഓരോരുത്തരെയും യേശുവേ ഹല്ലേലൂയ, ഇതുവരെ നമ്മൾ കേട്ട വചനങ്ങൾ അനേക പാസ്റ്റേഴ്സ് ഇവിടെ കടന്നു വന്ന് ഹല്ലേലൂയ ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യുകയും വചനം പറയുകയും ഹല്ലേലൂയ ഓരോ കാര്യങ്ങൾ നമ്മളോട് പ്രബോധിപ്പിക്കുകയും ചെയ്തു, അല്ലേ ഹല്ലേലൂയ. JCFT ആലയത്തിന് കർത്താവ് തന്ന ആ ഒരു വെളിപ്പാട് എന്താകുന്നു ഹല്ലേലൂയ, നമ്മളാകുന്നു ഈ കർത്താവിന്റെ മന്ദിരമെന്നും ഹല്ലേലൂയ. യേശുവേ, ഈ മന്ദിരത്തെ ആകുന്നു പണിതെടുക്കേണ്ടതെന്നും ഹല്ലേലൂയ. ഈ മന്ദിരത്തെ നശിപ്പിക്കുന്ന ശൂന്യമാക്കുന്ന ഇരുളുകളെ ഹല്ലേലൂയ അതിനില്ലായ്മ ചെയ്തെടുക്കുമ്പോഴാകുന്നു നമ്മളിലിരിക്കുന്ന മരണം മാറുന്നത് എന്നുള്ളൊരു വെളിപ്പാട്, അല്ലേ ഹല്ലേലൂയ. ആരിലൂടെയാകുന്നു കർത്താവ് നമുക്ക് തന്നത്? അത് സിയോൻ പുത്രിയിലൂടെ കർത്താവ് നമുക്ക് തന്നുവെങ്കിൽ, അല്ലേ ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് പോലെ തന്നെ ലൂക്കോസ് 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ ഗെന്നസരേത്ത് തടാകത്തിന്റെ ഹല്ലേലൂയ യേശുവേ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം തിക്കിക്കൊണ്ടിരുന്നു, അല്ലേ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, പക്ഷെ എന്ത് ചെയ്തു? കർത്താവ് ഇങ്ങനെ നോക്കുക ചെയ്യുന്നത്, അല്ലേ ഹല്ലേലൂയ. ഒത്തിരി പേരുടെ ബോട്ട്സ് അവിടെ ഉണ്ടായിരുന്നു, ഒത്തിരി പേരുടെ പടകുകൾ അവിടെ ഉണ്ടായിരുന്നു, ഒത്തിരി പേരുടെ വഞ്ചികൾ അവിടെ ഉണ്ടായിരുന്നു, അല്ലേ ഹല്ലേലൂയ. എല്ലാവരും മീൻ പിടിച്ച് നോക്കിയിട്ട് ഒരു കുഞ്ഞു മീനിനെ പോലും കിട്ടിയില്ല, അല്ലേ ഹല്ലേലൂയ. എന്ത് ചെയ്തു ഹല്ലേലൂയ? അവർ മടുത്തു. പക്ഷേ ഹല്ലേലൂയ, ഈ കർത്താവ് യേശുവേ എന്ത് ചെയ്തു ഹല്ലേലൂയ? അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ യേശുവേ ഹല്ലേലൂയ, യേശുവേ കരയ്ക്ക് അടുത്ത് നിൽക്കുന്ന 2 പടക് കണ്ടു, അല്ലേ ഹല്ലേലൂയ. വേഗം എന്ത് ചെയ്തു കർത്താവ് ഹല്ലേലൂയ? വേഗം തന്നെ ഹല്ലേലൂയ ആ ഒരു പടകിന്റെ അകത്തേക്ക് കയറി ആമേൻ ഹല്ലേലൂയ നിന്നിട്ട് പറഞ്ഞു, ആമേൻ, ഒന്ന് കരയിൽ നിന്ന് അല്പം ഒന്ന് നീക്കണമെന്ന് അപേക്ഷിക്കുക ചെയ്തത്, അല്ലേ ഹല്ലേലൂയ. നമ്മൾ ഓർക്കണമേ, ലോകപ്രകാരം നോക്കുമ്പോൾ അത് കരയിലാകുന്നു, അത് സേഫ് ആകുന്നു. പക്ഷേ ഹല്ലേലൂയ, നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് ഹല്ലേലൂയ തന്റെ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ ഹല്ലേലൂയ അതിപ്പോൾ നശിച്ചു പോകുന്ന ഒരു പടകാകുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഹല്ലേലൂയ അന്നും ഇതുപോലെ തന്നെ നമ്മളെ കർത്താവ് ഓരോരുത്തരും നമ്മളെ വീണ്ടെടുത്തത്, അല്ലേ ഹല്ലേലൂയ. നമ്മളെ പുറകോട്ടൊന്ന് നോക്കി കഴിയുമ്പോൾ സിയോൻ പുത്രിയിലൂടെ കർത്താവ്, അല്ലേ ഹല്ലേലൂയ നമ്മളെ വീണ്ടെടുത്ത വിധം, അല്ലേ ഹല്ലേലൂയ. നമ്മളാകുന്ന ഈ പടകുകളിൽ അനേകം പുരുഷാരങ്ങൾ, അനേകം ഇരുളുകൾ, അനേകം ദുഷ്ടന്റേതായ അനേകം മരണങ്ങൾ ഹല്ലേലൂയ ഇതിന്റെ അകത്ത് തിക്കിക്കൊണ്ടിരുന്നപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്തു ഹല്ലേലൂയ? കർത്താവിന്റെ ആത്മാവ് കടന്നു വന്ന് ഒന്നിൽ കയറി, അല്ലേ ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഈ വഞ്ചിയിലേക്ക് ഒന്ന് കയറി നിന്നിട്ട് ആമേൻ എന്നിട്ടാകുന്നു കർത്താവ് ഒന്ന് അപേക്ഷിച്ചത്. നമ്മൾ ഓർക്കണമേ, ആ പ്രവർത്തിച്ച വിധം ഒന്ന് ഓർക്കണമേ, അല്ലേ ഹല്ലേലൂയ. നമ്മൾ ആരും അറിയാതെ തന്നെ നമ്മുടെ പടകിലേക്ക് കർത്താവ് ഒന്ന് കയറി, അല്ലേ ഹല്ലേലൂയ. നമ്മൾ അവിടെ ആരോടും നമ്മളോട് പെർമിഷൻ ചോദിക്കാതെ തന്നെ അവൻ ഇടിച്ചു കയറി നമ്മളാകുന്ന ഈ പടകിന്റെ അകത്ത് ഈ മുങ്ങിപ്പോകാവുന്ന ആമേൻ ഹല്ലേലൂയ ആ മരണത്തിലേക്ക് അകപ്പെട്ടു പോയിരുന്ന എന്റെ ഈ പടകിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ഈ പടകിലേക്ക് ഹല്ലേലൂയ കർത്താവ് ഒന്ന് കയറിയതിനു ശേഷം ഒന്ന് അപേക്ഷിച്ചു, അല്ലേ. ആ കയറി കഴിഞ്ഞപ്പോൾ എന്താകുന്നു അവിടെ സംഭവിച്ചത് ഹല്ലേലൂയ? ആ മൺപാത്രമായിരുന്ന അനേകം കാലി പാത്രങ്ങളിലേക്ക് ഹല്ലേലൂയ ഈ വെള്ളം ഒന്ന് നിറച്ചു, ഈ പച്ചവെള്ളം ഒന്ന് നിറച്ചിട്ട് അതിനെ കർത്താവ് ഒന്ന് വീഞ്ഞാക്കി എടുത്തു, അല്ലേ ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഗ്രഹിക്കണമേ ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഈ വചനങ്ങളെല്ലാം, അല്ലേ ഹല്ലേലൂയ, നമ്മൾ ആരും വിശേഷ കൃപാസനത്തിരിക്കുന്ന മക്കളോ ഈ ഇവിടെ ഇരിക്കുന്ന മക്കളാരും ഒരു പെന്തക്കോസ്ത് ഫീൽഡ് സെർച്ച് ചെയ്ത് വന്നതോ ഒന്നുമല്ല, അല്ലേ ഹല്ലേലൂയ. ഏറ്റവും മത്സരിച്ചും ഇതിനോട് എതിർത്തിരുന്ന മക്കൾ തന്നെയായിരുന്നു. പക്ഷേ ആ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്റെ കണ്ണിലൂടെ ഒന്ന് നോക്കിയപ്പോൾ, അല്ലേ ഹല്ലേലൂയ, കർത്താവ് സിയോൻ പുത്രി എന്ന ഒരു വ്യക്തിയെ കർത്താവ് ഒന്ന് ഉപയോഗിച്ച്, അല്ലേ ഹല്ലേലൂയ, അതിന്റെ അകത്തേക്ക് ആ ലൈറ്റ് അടിപ്പിച്ച്, അല്ലേ ഹല്ലേലൂയ, നമ്മുടെ അകത്തേക്ക് ഒന്ന് കർത്താവ് ഒന്ന് കയറി. എന്തിനു വേണ്ടിയിട്ടാകുന്നു? നമ്മളിരിക്കുന്ന അനേകം മരണങ്ങളെ ഒന്ന് മാറ്റുവാൻ വേണ്ടിയിട്ട്, അല്ലേ ഹല്ലേലൂയ, അനേകം ഇരുട്ടുകളെ നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റുവാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ കർത്താവ് ഇതിന്റെ അകത്തേക്ക് കയറി, അല്ലേ ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്താകുന്നു ഹല്ലേലൂയ? ഇങ്ങനെ, അല്ലേ ഹല്ലേലൂയ, അപ്പിടിക്കപ്പെട്ടു പോയിരുന്ന നമ്മൾ ഓരോരുത്തരിലേക്കും യേശുവേ ഹല്ലേലൂയ ഈ വെളിച്ചം ഒന്ന് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ആരും ഒരു പെന്തക്കോസ്ത് സഭയിൽ അല്ലെങ്കിൽ ഒരു ബൈബിൾ കോളേജിൽ ഒന്നും പോയി പഠിച്ചതല്ല. പക്ഷേ ഇവിടെ എന്താകുന്നു പറയുന്നത് ഹല്ലേലൂയ ആമേൻ യേശുവേ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ആ വചനമാകുന്നു ഈ JCFT ആലയത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നത്, അല്ലേ ഹല്ലേലൂയ. ഇത് മനുഷ്യർക്ക് ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടാകുന്നു, അല്ലേ ഹല്ലേലൂയ. ഏറ്റവും ഗ്രഹിക്കാൻ പാടായിരുന്ന നമ്മളെ തന്നെ, അല്ലേ ഹല്ലേലൂയ, ഈ കാട്ടുമരമായിരുന്ന നമ്മളെ തന്നെ
കർത്താവ് പിടിച്ചെടുത്ത് യേശുവേ ഹല്ലേലൂയ ഈ വെളിച്ചത്തെ നമ്മളിലേക്ക് പകർന്നുവെങ്കിൽ അല്ലേ ഹല്ലേലൂയ യേശുവേ ദാനിയേലിന്റെ പറയുന്ന പ്രകാരം യേശുവേ ഹല്ലേലൂയ അത് ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു, പലരും അത് ഗ്രഹിച്ചില്ല അല്ലേ ഹല്ലേലൂയ. പക്ഷെ അന്ത്യകാലത്ത് എന്ത് ചെയ്യുന്നു? നീതിമാന്മാർ ആമേൻ ആ വെളിച്ചത്തിലേക്ക് ഒന്ന് കടന്ന് യേശുവേ ഹല്ലേലൂയ തങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ആമേൻ ഹല്ലേലൂയ ഈ ഒരു പുസ്തകം തുറക്കുമെന്നാ പറഞ്ഞത് അല്ലേ ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഗ്രഹിക്കണമേ, നമ്മുടെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന അനേകം ഇരുളുകൾ അല്ലേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ആമേൻ. യേശുവേ എങ്ങനെയാകുന്നു കർത്താവ് മരണം മാറ്റിയത്? എങ്ങനെയാകുന്നു നമ്മൾ ഓരോ കുഞ്ഞുങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കൾക്കും അല്ലെ ചുറ്റുപാട് നോക്കുമ്പോൾ ഇത്രയും മക്കളെല്ലേ ഉള്ളൂ എന്നുള്ളത്, പക്ഷേ ആ ഓരോ മക്കളെയും എടുത്തു കഴിയുമ്പോൾ എത്രയോ വലിയ സർജറിയാവുന്നു കർത്താവ് ചെയ്ത് അല്ലെ ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ ആ പരിശുദ്ധാത്മാവ് എന്ന മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് തന്നെ നമ്മളിരിക്കുന്ന അനേകം ഇരുളുകളെ എടുത്ത് മാറ്റിയത് അല്ലെ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ. എന്റെ ഈ കൈ ഒടിഞ്ഞപ്പോഴെല്ലാം അല്ലെ ഹല്ലേലൂയ, അതിനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളത്, ഈ കൈ വീണ ഒടിഞ്ഞപ്പോൾ യേശുവേ സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവ് ആരാധനയിൽ ഒന്ന് ഇറങ്ങി വന്ന് ആമേൻ ഹല്ലേലൂയ ഇതിന്റെ അകത്തെ ആ പൊട്ടല് മാറ്റി അല്ലെ ഹല്ലേലൂയ ആ സർജറിയെ കർത്താവ് മാറ്റി വെച്ച് അല്ലെ ഹല്ലേലൂയ യേശുവേ. അതെന്താകുന്നു? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ലെന്നാ പറഞ്ഞത് അല്ലെ ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും ആമേൻ യേശുവേ ഹല്ലേലൂയ ഈ ഉള്ളിലേക്ക് കർത്താവിന്റെ ആത്മാവൊന്ന് കടന്നു വന്ന് യേശുവേ ഹല്ലേലൂയ ആ മരണത്തെ മാറ്റി യേശുവേ ഹല്ലേലൂയ കർത്താവ് നമ്മളെ വീണ്ടെടുക്കുന്ന വിധം അല്ലെ ഹല്ലേലൂയ. ആ ലോകപ്രകാരം നോക്കുമ്പോൾ നമ്മൾ മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ തന്നെ ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ മറ്റൊന്നും പറവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെ ഹല്ലേലൂയ. നമ്മളെ നിർത്തിയത് ആരാകുന്നു? നമ്മൾ ആരും ഈ വഴിക്ക് വന്ന മക്കളല്ല അല്ലെ ഹല്ലേലൂയ. നമ്മൾ ആരും ഈ ഫീൽഡ് തിരഞ്ഞെടുത്ത മക്കളല്ല. പക്ഷേ ആ കർത്താവിന്റെ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ ഹല്ലേലൂയ നമ്മൾ കരയിലായിരുന്നു, നമ്മൾ സേഫ് ആയിരുന്നു എന്നെല്ലാം നമ്മൾ വിചാരിച്ചു. പക്ഷേ ഈ തീ നമ്മളിലേക്ക് ഒന്ന് കടന്നു വന്ന് അല്ലെ ഹല്ലേലൂയ യേശുവേ പടക് കരയിൽ നിന്നൊന്ന് അല്പം ഒന്ന് നീക്കണം, ഈ പ്രാർത്ഥനയ്ക്ക് ഒന്ന് കടന്നു വരേണം, അല്ലെങ്കിൽ ആമേൻ യേശുവേ ഒന്ന് ആരാധന ഒന്ന് കൂടണം എന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് ആ പടകൊന്ന് നമ്മളെ ഒന്ന് എടുത്ത് മാറ്റി ആ വെള്ളത്തിലേക്ക് അല്ലെ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിലേക്ക് ഒന്ന് ഇറക്കി തന്നെ ഇന്ന് നമ്മളെ ജീവനോടെ നിർത്തിയിരിക്കുന്നു അല്ലെ ഹല്ലേലൂയ. എത്രയോ TGP-കളിൽ കർത്താവ് ഇന്ന് ഇത്രയും ഹല്ലേലൂയ ആ ശുശ്രൂഷകളിലെല്ലാം കർത്താവ് നമ്മളെ ഒന്ന് കൊണ്ടുവന്നു എങ്കിൽ അല്ലെ ഹല്ലേലൂയ ആത്മാവ് കടന്നു വന്ന് ആമേൻ. പണ്ട് സിയോൻ പുത്രി വചനം പറയുമ്പോഴെല്ലാം പറഞ്ഞു ബേഥേൽ ഭവനത്തെ കട്ടെടുത്താകുന്നു ആമേൻ യേശുവേ ഞാൻ ഇവിടെ ജീവനിലേക്ക് കൊണ്ടുവന്നത് എന്ന് അല്ലെ ഹല്ലേലൂയ. ചോദിക്കാതെ തന്നെ, പെർമിഷൻ ചോദിക്കാതെ തന്നെ അകത്തേക്ക് വന്ന് അമ്മ ഹല്ലേലൂയ ഞങ്ങളാകുന്ന ഈ ആലയത്തിലേക്ക് ഒന്ന് കടന്നു വന്ന് അവിടെ നിന്ന് പറിച്ചെടുത്ത് യേശുവേ ഹല്ലേലൂയ ഇവിടെ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാകുന്നു? നിന്ന് പോകുവാനല്ല അല്ലെ ഹല്ലേലൂയ. ശിമോൻ പത്രോസിനും ഹല്ലേലൂയ അവിടെ ആഴത്തിലേക്ക് നോക്കി ആമേൻ ഹല്ലേലൂയ വല വീശുവാൻ പറഞ്ഞപ്പോൾ താൻ കാണിച്ചു കൊടുത്ത ആ ഒരു പോയിന്റിലേക്ക് ഹല്ലേലൂയ ഒന്ന് മാറ്റി വല വീശിയപ്പോൾ യേശുവേ ഹല്ലേലൂയ ആ പടക് നിറയെ ആ വല കീർത്തക്ക രീതിയിൽ ആ മീൻ അവിടെ കിട്ടിയെന്ന് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ എന്ത് ചെയ്തു? കർത്താവിനെ പിന്നെ അനുഗമിക്കുകയാണ് ചെയ്തത് അല്ലെ ഹല്ലേലൂയ. ഇവിടെ നമ്മളോട് അത് തന്നെയാകുന്നു പറയുന്നത് യേശുവേ ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ തന്നെ ഹല്ലേലൂയ my ambition has always been to preach the new thing, the new revelation അല്ലെ ഹല്ലേലൂയ പുതിയ വെളിപ്പാടിനെ കുറിച്ച് where the name of the Lord has never been heard ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം വിളിക്കപ്പെടാത്ത, ദൈവത്തിന്റെ നാമം അറിയാത്ത യേശുവേ ഹല്ലേലൂയ ആ അവസ്ഥകളിലേക്ക് കടന്നു ചെന്ന് ആലയം പണിവാനാകുന്നു ഞാൻ എന്ന മന്ദിരം ഉദ്ദേശിക്കുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ കുറച്ചു മുമ്പ് സാർ വചനം പറഞ്ഞതുപോലെ തന്നെ അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും പുതിയ മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യും അല്ലെ ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഗ്രഹിക്കണമേ. കർത്താവ് കഴിഞ്ഞ TGP-യിൽ ഹല്ലേലൂയ ഏലി പുരോഹിതൻ എന്ന് പറഞ്ഞ JCFT ആലയത്തിന്റെ നമ്മളാകുന്ന ഈ പുരോഹിതന്റെ കെട്ടഴിച്ചുവെങ്കിൽ ഹല്ലേലൂയ സാധാരണ സഭകളെ പോലെ നിന്നു പോകുവാനല്ല JCFT ആലയത്തെ കർത്താവ് വിളിച്ചിരിക്കുന്നു. ഇതവന്റെ ദാനമാകുന്നു, ഇതവന്റെ ദയയാകുന്നു ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ഈ വെളിപ്പാട് തന്നിട്ടുണ്ട് എങ്കിൽ അല്ലെ ഹല്ലേലൂയ ഇതിലൊരു ഡൈലൂഷൻ വരുത്തി ഹല്ലേലൂയ പോകുവാനല്ല JCFT ആലയത്തെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാകുന്നു ഹല്ലേലൂയ? അനേകം ഇരുളുകൾ അവിടെ കടന്നു വന്നപ്പോൾ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ് അനേകം ശുശ്രൂഷകളിലൂടെ അന്യഭാഷകളിലൂടെ ആരാധനകളിലൂടെ ഒന്ന് കടന്നു വന്ന യേശുവേ ഹല്ലേലൂയ അത് അല്ലെ അന്യഭാഷ പറയുന്ന സമയത്ത് കർത്താവ് കാണിച്ചു തന്ന പോലെ പ്രകാരം ഹല്ലേലൂയ
അതൊരു പുതിയ അന്യഭാഷ, ഒരു പുതിയ തലത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? സ്റ്റക്കായി പോകുവാനല്ല. കഴിഞ്ഞ പ്രാവശ്യം അന്യഭാഷ പറഞ്ഞപ്പോൾ യേശുവേ ഹല്ലേലൂയ അവിടെ നിന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് അല്ലെ ഹല്ലേലൂയ കർത്താവ് എന്ത് ചെയ്തു? വേഗം തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു 2000-ന്റെ നോട്ട് ഇറക്കിയിട്ട് കർത്താവ് കാണിച്ചത് ഒരു കാര്യമാകുന്നു. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുവരെ ഈ ഇന്ത്യയിലെ ആൾക്കാർ ആരും ആ 2000-ന്റെ നോട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ആ ഹല്ലേലൂയ ഒരു പുതിയ ഡിനോമിനേഷൻ അവിടെ കർത്താവ് ഇറക്കിയപ്പോൾ, അവിടെ ഗവൺമെന്റ് ഇറക്കിയപ്പോൾ ഹല്ലേലൂയ ഇതാകുന്നു 2000-ന്റെ നോട്ട് എന്ന് പറഞ്ഞപ്പോൾ ജനം അത് അംഗീകരിച്ച് അത് യൂസ് ചെയ്തതുപോലെ തന്നെ ഹല്ലേലൂയ പുതിയ തലത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്നു പോകുവാനല്ല. യെസ് ലോർഡ് ഹല്ലേലൂയ പിതാവിൻ മൂലം ഞാൻ ജീവിക്കുന്നത് പോലെ എന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞുവെങ്കിൽ ഇന്നലെ പാസ്റ്ററിനോട് ഒരു ചോദ്യം ചോദിച്ചു ഹല്ലേലൂയ വെദർ യുവർ ഈ ഒരു കാര്യം ഹല്ലേലൂയ അത് ഒന്നുകൂടെ തീരുമാനം എടുക്കണമെന്ന് അല്ലെ കർത്താവിന്റെ സന്നിധിയിൽ പറയാം. നിർത്തിയതാകുന്നു, നിന്നതല്ല. നമ്മുടെ സ്വർഗ്ഗസ്ഥനായ ദൈവം നിർത്തിയതാകുന്നു ഈ ഒരു വഴി. എന്തിനു വേണ്ടിയിട്ടാകുന്നു? എന്നിലിരിക്കുന്ന അനേകം ഇരുളുകളെ ഒന്ന് മാറ്റിയെടുക്കുവാൻ അല്ലെ ഹല്ലേലൂയ ഭവനത്തിലിരിക്കുന്ന അന്ന് മമ്മയിലൂടെ കർത്താവ് ഭവനത്തിലേക്ക് ഒന്ന് കടന്നു വന്ന് സ്നേഹാമയുടെ ദിവ്യയുടെ ഹല്ലേലൂയ ആ രോഗങ്ങളെല്ലാം എടുത്തൊന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ ഒരു വെളിച്ചം മമ്മയിൽ, അതായത് എന്തോ ഉണ്ടല്ലോ ഈ ഒരു വ്യക്തിയിൽ, എന്തോ ഉണ്ടല്ലോ, അതായത് എന്നെ സൃഷ്ടിച്ച ദൈവം ഇവിടെ ഉണ്ട് എന്ന് ആരോ എന്റെ ഉള്ളിൽ പറയുകയും അവിടെ ഒന്ന് വല്ലാണ്ട് അള്ളിപ്പിടിച്ച് ഒന്ന് വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ, അതുകൊണ്ടല്ല അത് കർത്താവിന്റെ കൃപയാകുന്നു. ഹല്ലേലൂയ എന്ത് ചെയ്തു? കർത്താവ് ആ ഭവനത്തിലേക്ക് ആ വെളിച്ചം തന്ന് നമ്മൾ ഓരോരുത്തരെയും വീണ്ടെടുത്ത വിധം അല്ലെ ഹല്ലേലൂയ വ്യക്തിയിലൂടെ കർത്താവ് ഒന്ന് പ്രവർത്തിച്ച് നമ്മളെ ഒന്ന് പിടിച്ചെടുത്തുവെങ്കിൽ അല്ലെ ഹല്ലേലൂയ കർത്താവ് എന്നും പറയുന്നത് പോലെ തന്നെ പുതിയത് അല്ലെ ഹല്ലേലൂയ നമ്മൾ ഏതൊരു ജഡത്തിന്റെ പ്രവൃത്തി ആയിക്കോട്ടെ ഹല്ലേലൂയ ഇവിടെ കർത്താവ് പറയുന്നത് പോലെ തന്നെ നമ്മുടെ നാവിനെ കടിഞ്ഞാണിടാതെ ഹല്ലേലൂയ താൻ ഭക്തൻ എന്ന് പറയുന്നവൻ വ്യർത്ഥമാത്രേ ഇത്രയും പോസ്റ്റ് സംസാരിക്കരുതേ എന്ന കർത്താവ് ഇവിടെ പറയുന്നത് അല്ലെ ഹല്ലേലൂയ ഈ പുതിയ ഹല്ലേലൂയ ആ ഒരു ഹല്ലേലൂയ ഈ വെളിച്ചം കർത്താവ് പറഞ്ഞ പോലെ തന്നെ ആ അന്യഭാഷ ഒന്ന് കടന്നു വന്നപ്പോൾ അവിടെ നിന്നു പോകുവാനല്ല അല്ലെ ഹല്ലേലൂയ ഇത് എന്താകുന്നു എന്ന് കർത്താവോട് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ നമ്മളെന്ന ഈ ആലയത്തിന്റെ അകത്തിരിക്കുന്ന ഓരോ മക്കളിലിരിക്കുന്ന ഹാർഡായിരിക്കുന്ന അനേകം തലങ്ങളെ കർത്താവ് ഒന്ന് പൊട്ടിച്ചെടുക്കുന്ന ഹല്ലേലൂയ ഒരു പുതിയ കറൻസി നോട്ടാകുന്നു കർത്താവ് കൊണ്ടുവന്നത് ഹല്ലേലൂയ ആ പുതിയ തലത്തിലേക്കാകുന്നു കർത്താവ് കൊണ്ടുവന്നത് അല്ലെ ഹല്ലേലൂയ അത് ഡിഫിക്കൽട്ട് ആകുന്നു അതെങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന്. പക്ഷേ ദൈവത്തിന് സകലവും സാധ്യമാകുന്നു അല്ലെ. അതെങ്ങനെയാകുന്നു? കർത്താവിന്റെ മുമ്പിൽ അല്ലെ ഹല്ലേലൂയ യേശുവെ ഒന്ന് സമർപ്പിച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ മനുഷ്യപുത്ര നീ കണ്ടുപോ കർത്താവേ ഹല്ലേലൂയ എന്താകുന്നു ഹല്ലേലൂയ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും ആരെയും ഞാൻ കാണായിക്കാൻ ഏറ്റവും കരുണ എന്ന് പറഞ്ഞു സിയോൻ പുത്രിക്ക് കണ്ട് കർത്താവ് കൊടുത്തൊരു വചനമാകുന്നു ഹല്ലേലൂയ. എങ്കിൽ ആ മുദ്രയെ പൊട്ടിപ്പാൻ തക്കവണ്ണം അല്ലെ അതിനെ തുറപ്പാനും അതിന്റെ മുദ്രകളെ ഒന്ന് തുറന്ന് കെട്ടുകളെ അഴിപ്പാനും യോഗ്യനായ ഒരാത്മാവിനെ കർത്താവ് നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും പകർന്നിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടാകുന്നു മത്തായി 23:33 പറയുന്ന പ്രകാരം പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ തന്നെ പൂരിപ്പിച്ചു കൊള്ളുവീൻ എന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അനേകം ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അനേകം പിതാക്കന്മാരുടെ ഹല്ലേലൂയ ആ ക്രിയകളെല്ലാം നമ്മുടെ ഈ മണ്ഡലത്തിലുണ്ട് അല്ലെ ഹല്ലേലൂയ. ഇതിനെല്ലാം ആ ഓരോ നിമിഷവും ഹല്ലേലൂയ ആ ഓരോ ഹല്ലേലൂയ മരണവും മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവിടെ പതറിപ്പോകുവാനല്ല അല്ലെ അത് തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും ഹല്ലേലൂയ യോഗ്യനായി ആരെയും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ അതിലേക്ക് എടുക്കുന്ന ഒരു ശുശ്രൂഷയാകുന്നു നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് അല്ലെ ഹല്ലേലൂയ അവിടെ നിന്നൊന്ന് വെളിപ്പാടിനെ പ്രാപിക്കുവാൻ അല്ലെ ഹല്ലേലൂയ ഇതുവരെ വെളിച്ചം കിട്ടാത്ത ഇതുവരെ അതിനൊരു വെളിപ്പാട് കിട്ടാത്ത അല്ലെ ഹല്ലേലൂയ ഇതുവരെ ആ കർത്താവിന്റെ നാമം കിട്ടാത്ത ഹല്ലേലൂയ ആ തലത്തിലേക്ക് ഹല്ലേലൂയ ആ വെളിച്ചത്തെ പ്രാപിച്ചെടുത്ത് ഹല്ലേലൂയ ആരെയും പണിയുവാൻ ആകുന്നു കർത്താവ് ഉദ്ദേശിക്കുന്നത് അല്ലെ ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ മടുത്തു പോകാതെ അല്ലെ ഹല്ലേലൂയ മനുഷ്യപുത്ര നീ കണ്ടുപോ അല്ലെ ഹല്ലേലൂയ കർത്താവ് ഈ ഓരോ ശുശ്രൂഷകളിലെല്ലാം ഇറങ്ങി വന്ന് അല്ലെ ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരോടും ഓരോന്നും പറഞ്ഞ് ഹല്ലേലൂയ ഇന്ന് നമ്മൾ ഓരോരുത്തർ നമ്മുടെ ലോർഡ്സ് റിംഗിന്റെ കാര്യം ലോർഡ് സ്റ്റാറിന്റെ കാര്യം ഹല്ലേലൂയ JCMT മക്കളുടെ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെ കാര്യം റീബാരാജിന്റെ ലോർഡ്സ് വൈന്റെ ഷൈന്റെ ഹല്ലേലൂയ ജ്യോതിരാജിന്റെ ഓരോ മക്കളുടെ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഹല്ലേലൂയ അവൻ നടത്തിയ വിധം എങ്ങനെയാകുന്നു എന്നുള്ളത് അല്ലെ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് അന്യഭാഷ ശുശ്രൂഷയിൽ കർത്താവ് ഒരു താക്കോലിന്റെ കൂട്ടമാകുന്നു JCMT ആലയത്തിന് തന്നത്. എന്തിനു വേണ്ടിയിട്ടാകുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ നമ്മളായിട്ട് തന്നെ നമ്മുടെ അകത്യം മൂലം നമ്മുടെ മത്സരം മൂലം നമ്മളായിട്ട് തന്നെ അടച്ചിരിക്കുന്ന ആത്മമണ്ഡലത്തിന്റെ ആ വാതിലൊന്ന് തുറന്ന് അതിന്റെ അകത്തേക്ക് കടക്കുവാൻ അല്ലെ അത് വൃഥാവായി പോകുവാനല്ല അല്ലെ ഹല്ലേലൂയ ഹല്ലേലൂയ ഇത് ഹല്ലേലൂയ എങ്ങും കേൾക്കാത്ത
നടപ്പല്ലാത്ത ഒരു സുവിശേഷമാണല്ലോ ഈ സുവിശേഷിക്കുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് പോലെ ജാതികൾ അങ്ങനെ പറയുന്നുവെങ്കിൽ, അല്ലെ ഹല്ലേലൂയ, നമുക്ക് നടപ്പല്ലാത്ത കാര്യങ്ങളാണല്ലോ ഈ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് എന്താ ഒന്ന് ചെയ്തത്? ഹല്ലേലൂയ, ദൈവരാജ്യത്തെ കുറിച്ച് സുവിശേഷിച്ചും ഉപദേശിച്ചും കൊണ്ട് സദാ ഹല്ലേലൂയ ദിനം പ്രതി പ്രസംഗിച്ചു പോന്നു എന്നാ പറഞ്ഞത്, അല്ലെ ഹല്ലേലൂയ. യേശുവേ, നമ്മളാകുന്ന ഈ രാജ്യത്തിലേക്ക്, ഇതിന്റെ അകത്തേക്ക് യേശുവേ ഹല്ലേലൂയ ഇന്നും വെളിച്ചം കിട്ടാത്ത അനേക തലങ്ങൾ കിടക്കുക ചെയ്യുന്നത്, അല്ലെ. അത് ഓരോ ചാൻസ് കടന്നു വരുമ്പോഴും ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്ന് പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുവെങ്കിൽ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, നമ്മൾ ഓരോരുത്തരും യേശുവേ ഹല്ലേലൂയ, ഇവിടെ അനേകം മക്കൾ ഓരോ അവസ്ഥകളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അന്യഭാഷയുടെ ആ സമയങ്ങളിൽ അനേകം ചങ്ങലകളെ, അനേകം കട്ടിയായി കിടക്കുന്ന അനേകം ബിംബങ്ങളെ ആകുന്നു കർത്താവിന്റെ നിലത്തൊടാത്ത കല്ല്, യേശുവേ മണ്ണ് പറ്റാത്ത കല്ല്, യേശുവേ ഹല്ലേലൂയ, യേശുവേ ആ ഒരു അഭിഷേകം കടന്നു വന്ന് ഇന്ന് അനേകം ഇരുളുകളെ ഒന്ന് പൊട്ടിച്ചു കളഞ്ഞത്, അല്ലെ ഹല്ലേലൂയ. നമ്മൾ ഓർക്കണമേ, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു, അല്ലെ. എന്തുകൊണ്ടാകുന്നു? ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഇന്നും മുന്നോട്ട് എടുപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോ 879 TGP കർത്താവ് കൊണ്ടുവന്നത് മനുഷ്യനാൽ അസാധ്യമാകുന്നു, പക്ഷേ ദൈവത്താൽ സകലതും സാധ്യമാകുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ, അല്ലെ ഹല്ലേലൂയ, നമ്മൾ ഓരോരുത്തരും ഓർക്കണമേ, ബലഹീനമായിരിക്കുന്ന ഈ തലത്തിലേക്ക്, അല്ലെ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് കടന്നു വന്ന കറങ്ങി 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 ഹല്ലേലൂയ നമ്മുടെ അനേകം ഇരുളുകളെ മാറ്റി നമ്മൾ ഓരോരുത്തരുടെ ജീവനോടെ നിർത്തിയിരിക്കുന്നു, അല്ലെ ഹല്ലേലൂയ. എലിസബത്ത് അമ്മ ഈ ക്യാൻസറിന്റെ 4th സ്റ്റേജിലും ഇന്ന് ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നു ദൈവം, അല്ലെ. അത് ആരാകുന്നു അതിന്റെ ഉള്ളിലേക്ക് പമ്പ് ചെയ്തത്? ഈ പരിശുദ്ധാത്മ ശക്തിയാകുന്നതിന്റെ അകത്തേക്ക് പമ്പ് ചെയ്തത്, അല്ലെ ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരെയും യേശുവേ, നമ്മുടെ ഓരോരുത്തരെയും ഹല്ലേലൂയ, ലോകപ്രകാരം നോക്കുമ്പോൾ വലിയ സുഖമൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ യേശുവേ ആത്മമണ്ഡലത്തിൽ, അല്ലെ, കർത്താവിനോട് ചേരുമ്പോൾ എന്താകുന്നു? ഹല്ലേലൂയ, ഞാൻ എന്റെ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ, ഹല്ലേലൂയ, യേശു എത്ര ക്ഷീണിച്ചു കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും ഇന്ന് ഞാൻ എന്റെ സകല ജഡത്തിന്മേലും എന്റെ കുഞ്ഞുങ്ങളിലേക്ക്, എന്റെ ഹല്ലേലൂയ വിശേഷാൽ ഈ ആലയത്തിലെ ഈ മക്കളിലേക്ക് ഇന്ന് കർത്താവ് ഒരു പുതിയ തലത്തെ, ഒരു പുതിയ അഭിഷേകത്തെ ഇന്ന് പകർന്നുവെങ്കിൽ, ഹല്ലേലൂയ, മക്കൾ ഓരോരുത്തരും അതെടുത്ത് ഉപയോഗിക്കണമേ, അല്ലെ ഹല്ലേലൂയ. അത് എത്രയോ മരണങ്ങൾ കടന്നു വന്നപ്പോഴെല്ലാം യേശുവേ ഹല്ലേലൂയ, ദുഷ്ടൻ അവിടെ കോമയിൽ കുത്തിട്ട് പോയ സമയത്ത് കർത്താവ് ആമേൻ ഇപ്പുറത്തോടെ ഒന്ന് കടന്നു ചെന്ന് യേശുവേ ഈ പടകൊന്ന് നീക്കണമേ, ആമേൻ ഈ അല്പമൊന്നും നീക്കണമേ, അല്ലേ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നമ്മളെ ഓരോരുത്തരെയും ഒന്ന് മുന്നോട്ട് എടുത്തുവെങ്കിൽ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഈ JCFT ആലയം ഇത് പണിത് ഇത്രയും കർത്താവ് കൊണ്ടുവന്നുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് എടുത്ത് യേശുവേ ഹല്ലേലൂയ, മനുഷ്യപുത്ര നീ ഉണ്ട് കർത്താവേ, ഇതിന്റെ അകത്ത് ഈ ദൈവത്തോട് വെല്ലുവിളിക്കുന്ന, അല്ലെ ഹല്ലേലൂയ, അന്നേ ആമേൻ കർത്താവിനോട് പറഞ്ഞ പോലെ തന്നെ അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ, അല്ലെ ഹല്ലേലൂയ. യേശു അന്ന് നമ്മുടെ ആരാധനയിൽ കർത്താവ് നമ്മളെ ആ പാട്ട് പാടിപ്പിച്ച ആഴം നമ്മൾ മനസ്സിലാക്കണമേ, അല്ലേ ഹല്ലേലൂയ. ഗോ ആൻഡ് കം ബാക്ക് എന്നാ പറഞ്ഞത്, അല്ലേ. നമുക്ക് തന്ന ഈ സാക്ഷ്യമായി ഹല്ലേലൂയ, ഗോ ആൻഡ് കം ബാക്ക്, അല്ലേ ഹല്ലേലൂയ, നീ ഇതുമായി പോകുക, അല്ലേ ഹല്ലേലൂയ. യേശുവേ JCFT ആലയത്തിന് കർത്താവ് ഇത് തന്നുവെങ്കിൽ, ഹല്ലേലൂയ, യേശുവേ അത് എല്ലാ മക്കളിലേക്കും കർത്താവ് വെളിച്ചം അടിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, ഏറ്റവും പിടിക്കപ്പെട്ടു കിടക്കുന്ന നമ്മളിലേക്ക് തന്നെയാണ് ഈ പുസ്തകം തന്നത്. നമുക്ക് ആർക്കും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടല്ല, ഹല്ലേലൂയ. യേശു ഇവൻ മീൻപിടുത്തക്കാരനല്ലയോ, ഇവൻ എങ്ങനെ ഇത് പ്രസ്താവിക്കുന്നു എന്ന് അവിടെ ചോദിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, ഉയരത്തിലെ ജ്ഞാനം എന്താകുന്നു? ഏതൊരു ഇരുളിനെയും ആമേൻ ജയിക്കുവാനുള്ള ആത്മാവിനെ ഒന്ന് കർത്താവ് തരുന്നത്. അത് അകത്ത് വരട്ടെ, അത് അകത്ത് വരികയും പുറത്തു പോവുകയും പുതിയ മേച്ചിൽ പുറം കണ്ടെത്തുകയും ചെയ്തു. എങ്കിലും നാഥ നിന്റെ വാക്കിന് ഞാൻ ഇന്ന് വലയിറക്കാം. എങ്കിലും നാഥ യേശുവേ ഹല്ലേലൂയ, എങ്കിലും എലിസബത്തെ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ എന്ന് കർത്താവ് ആ TGP എന്ന് പറഞ്ഞുവെങ്കിൽ, എങ്കിലും JCFT ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അന്നിങ്ങനെ പോയിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? എങ്കിലും ജ്യോതിരാജെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എങ്കിലും ഒന്ന് നോക്കിക്കേ, JCFT എങ്കിലും ഒന്ന് നോക്കിക്കേ, ഹല്ലേലൂയ. അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്കിലും നാഥ ഇന്ന് ഞാൻ ഇപ്പോൾ നിന്റെ വാക്കിന്റെ മുമ്പിൽ വല ഇറക്കാം, അല്ലെ ഹല്ലേലൂയ. യേശു അങ്ങനെ പറഞ്ഞപ്പോൾ യേശു പെരുത്ത മീൻകൂട്ടമാണ് ലഭിച്ചത്, അല്ലെ ഹല്ലേലൂയ. നമ്മൾ ഓർക്കണമേ, നമ്മുടെ കൃപയുടെ കാലഘട്ടം, അല്ലെ ഹല്ലേലൂയ, കർത്താവ് പടകിലേക്ക് കടന്നു വന്ന യേശുവേ ഹല്ലേലൂയ, യേശുവേ അനേകം മരണങ്ങളെ നമ്മൾ ഇത് എടുത്തു മാറ്റി. പണ്ട് റീബാരാജ് ഭക്ഷണം കഴിക്കാത്ത ഒരു അവസ്ഥയിൽ നിന്നാവുന്നു അവളെ ആലയത്തിലേക്ക് കർത്താവ് കൂട്ടി വരുന്നെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ അവളെ കുഞ്ഞായിരുന്നപ്പോൾ അവള് ഭക്ഷണം കഴിച്ച്, അല്ലെ അതെന്താകുന്നു? കർത്താവ് പടകിലേക്ക് കയറിയേക്ക് ഒരു മിറാക്കിളാവുന്നു കാണിച്ചത്, അല്ലെ ഹല്ലേലൂയ. യേശുവേ ഈ സുവിശേഷത്തോട് എതിർത്തിരുന്ന എനിക്ക് ദൈവം ആമേൻ ഒരു ഗോൾഡ് മെഡൽ തന്നത് എന്താകുന്നു? എന്റെ പടകിലേക്ക് ഞാൻ അനുവാദമില്ലാതെ തന്നെ, എന്റെ അനുവാദമില്ലാതെ ചാടി കയറിയതിന്റെ ഒരു വെളിപ്പാടാവുന്നു കർത്താവ് അവിടെ എനിക്ക് തന്നത്. ഒരു കാണത്തക്ക രീതിയിലുള്ള ഒരു മിറാക്കിളാവുന്നു കർത്താവ് തന്നത്, അല്ലെ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആനീസിന് എന്റെ ചേച്ചിക്ക് ആമേൻ ഹല്ലേലൂയ സെൻട്രൽ ഗവൺമെന്റിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നു. അന്ന് മമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച്, അല്ലെ എത്രയോ പേരുണ്ടായിരുന്നു, പക്ഷെ ആമേൻ ആനീസിന് അവിടെ ജോലി കിട്ടി. അത് ആരാകുന്നു? യേശുവേ ഈ വെളിച്ചമാകുന്നു അവിടെ അടിച്ച്, അല്ലെ ഹല്ലേലൂയ. യേശുവേ അവിടെ
ഇതുപോലെ തന്നെ ഹല്ലേലൂയ അവിടെ നമുക്കൊരു ഉദാഹരണമായി ഒരു ദൃഷ്ടാന്തമായി കർത്താവോടെ കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഇങ്ങനെ വിളിക്കുവാനാകുന്നു. ഇങ്ങനെ ഹല്ലേലൂയ യേശുവേ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും. ലോകം പറയുന്നത് പോലെ ഇന്ന് മരിച്ച് നാളെ കുഴിയിലേക്ക് പോകുന്ന കാര്യത്തെ കുറിച്ചല്ല കർത്താവ് JCFT ആലയത്തിന് പഠിപ്പിച്ചിരിക്കുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം വരുവോളം മരണം ആസ്വദിക്കാത്ത പലരും ഇവിടെ, ദൈവരാജ്യം വരുവോളം മരണം കാണാത്ത പലരും ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവിന്റെ വചനം പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അതെങ്ങനെയാകുന്നു? ഇതിന്റെ അകത്തിരിക്കുന്ന ഈ മണ്ഡലത്തിന്റെ അകത്തിരിക്കുന്ന ഈ ഇരുളിനെ മാറ്റി അല്ലെ ഹല്ലേലൂയ വെളിച്ചത്തെ ഒന്ന് എടുത്ത് ദൈവരാജ്യത്തെ പണിതെടുക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് തന്നെയാകുന്നു അല്ലെ ഹല്ലേലൂയ. ഈ ഒരു മലയാളം മീഡിയത്തിലിരുന്ന എനിക്ക് അവിടെ ബോംബെ വെച്ച് എനിക്ക് ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടണമെങ്കിൽ ആ പടകിലേക്ക് അടിച്ചു കയറി വന്ന് തന്ന ആ ദൈവത്തിന്റെ വെളിച്ചം തന്നെയാകുന്നു അല്ലെ ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് ദൈവം അത്രയും വലിയൊരു സൗഖ്യം ആ സർജറി കഴിഞ്ഞിട്ട് കൊടുത്തുവെങ്കിൽ ദൈവം അത്രമാത്രം ആ പടകിലേക്ക് അടിച്ചു കയറി വന്ന ഒരു വെളിപ്പാട്, ഒരു മിറാക്കിൾ തന്നെയാകുന്നു. കർത്താവ് യേശുവേ ഹല്ലേലൂയ ഈ ഒരു ഇത് കൊടുത്തുവെങ്കിൽ ആ പടകിലേക്ക് ഇടിച്ചു കയറി വന്ന് തന്നെ കൊടുത്ത ഒരു രക്ഷ തന്നെയാകുന്നു. സാറാജിക്ക് കർത്താവ് അല്ലെ ആ പടകിന്റെ അകത്തേക്ക് കയറി വന്ന് അന്ന് സാറാജി ആ ഫസ്റ്റ് ഡേ തന്നെ ദൈവത്തോട് പറഞ്ഞു യേശുവേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോൾ യേശുവേ ഹല്ലേലൂയ കർത്താവ് എന്ത് സാറാജിയെ ഹഗ് ചെയ്തു. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഈ ആരാധനയിലെല്ലാം യേശുവേ അവന്റെ അവിധം the way he is handling ആമേൻ ഹല്ലേലൂയ ഓരോ ആത്മമണ്ഡലത്തെ കർത്താവ് ഹാൻഡിൽ ചെയ്യുന്ന വിധം യേശുവേ ഹല്ലേലൂയ അത് നമ്മുടെ ഓരോരുത്തരെയും ഓരോന്ന് പഠിപ്പിക്കുക ചെയ്യുന്നത് അല്ലേ ഹല്ലേലൂയ. യേശുവേ സാറാജിയെ ഒന്ന് കെട്ടിപ്പിടിച്ച് യേശുവേ ഹല്ലേലൂയ അതെന്ത് ചെയ്തു? കർത്താവ് ഉള്ള ഇരുളുകളെ മുഴുവൻ യേശുവേ ഹല്ലേലൂയ ഒരു ചാക്കിലേക്ക് ഇട്ട് അതിന്റെ മൗത്ത് ഒന്ന് കെട്ടിവെച്ചതിന് ശേഷം go and come back. അതുകൊണ്ട് ഇന്ന് സാറാജി ഈ കസേരയിൽ ഇവിടെ ഇരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാകുന്നു യേശുവേ ഹല്ലേലൂയ നമ്മുടെ ഓരോ മരണങ്ങൾ, ഓരോ ഇരുളുകൾ വെളിപ്പെട്ട് വരുമ്പോൾ കർത്താവ് ആത്മമണ്ഡലത്തിൽ ആ സ്കാനിംഗ് റിപ്പോർട്ട് വെച്ച് തന്നെ അല്ലേ ഹല്ലേലൂയ യേശുവേ ഈ ഫിസിക്കലായിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ അല്ലെ അങ്ങനെയല്ലയോ നമ്മുടെ ദീപാരാജ് ആമേൻ ഹല്ലേലൂയ ഒരു നഴ്സ് BSc നഴ്സിംഗ് പഠിക്കുന്നു അല്ലേ ഹല്ലേലൂയ. കർത്താവ് ഇത്രത്തോളം കുഞ്ഞിന്റെ ആരോഗ്യത്തെ, ഇത്രത്തോളം അവളുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് എടുത്ത് ഇത്രത്തോളം നിർത്തിയതിനൊക്കെ കർത്താവിന്റെ സന്നിധി നന്ദി പറയുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ ലോർഡ്സ് ഫൈന്റെ ആമേൻ യേശുവേ ആമേൻ ഹോളിയുടെ ഏഞ്ചലിന്റെ നമ്മുടെ എമിനേസറേയും ഹല്ലേലൂയ മക്കളിലേക്കെല്ലാം കർത്താവ് പുതുക്കി തന്നിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. സങ്കടം ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരും. ആമേൻ ഹല്ലേലൂയ. വിശേഷം നമ്മുടെ ഏഞ്ചലിലേക്ക് കർത്താവ് ഒരു പുതിയ അഭിഷേകത്തെ പകർന്ന് ഈ തലമുറകളെ ഒന്ന് മുന്നോട്ട് എടുക്കുവാനുള്ള ഒരു ആത്മാവിനെ പകർന്നിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഗ്രഹിക്കണമേ യേശുവേ ഹല്ലേലൂയ സകല ജഡത്തിന്മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും അല്ലേ ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ യേശു ഇതിനോടൊക്കെ ഏറ്റവും എതിർത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മമ്മ അവിടെ ആരാധനയും വചനമൊക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ ഏറ്റവും പഴയ ആലയത്തിൽ വെച്ച് പുറകിൽ നിന്ന ഒരു വ്യക്തിയാവുന്നു. എന്നെ ഈ പണിക്കൊന്നും കിട്ടുമൊന്നുമില്ല എന്ന് പറഞ്ഞുവെങ്കിൽ അന്ന് ഏറ്റവും പിടിക്കപ്പെട്ടു കിടന്ന എന്നെ നോക്കി കർത്താവ് ഒന്ന് പ്രവചിച്ചുവെങ്കിൽ യേശുവേ ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഒന്ന് സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയും ചെയ്യുന്നത്. ആമേൻ ഹല്ലേലൂയ. അതിന്റെ ആഴം ഓർക്കണമേ യേശുവേ. എങ്കിലും മനുഷ്യപുത്രൻ മനുഷ്യൻ എന്താ എന്നെ കുറിച്ച് പറയുന്നതെന്ന് കർത്താവ് ചോദിച്ചു. ചിലർ ഏലിയ പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്, ചിലർ യെരമ്യാവ് എന്ന് പറയുന്നുണ്ട്, ചിലർ മറ്റേ പ്രവാചകൻ എന്ന് പറയുന്നു. എങ്കിലും നീ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആമേൻ ഹല്ലേലൂയ. സ്വർഗ്ഗസ്നായ എന്റെ പിതാവത്രേ ഞാൻ വെളിപ്പെടുത്തി തന്നെ. എന്താ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നല്ലോ, ഇത്രയും ശിഷ്യന്മാരുണ്ടായിരുന്നല്ലോ. വൈ അവരുടെ വെളിപ്പാടുകൾ എന്താകുന്നു? അതാകുന്നു വെളിച്ചം കിട്ടുന്നതിനനുസരിച്ച് ഹല്ലേലൂയ സ്വർഗ്ഗസ്നായ പിതാവ് JCFT ആലയത്തിലെ മക്കൾ ഓരോരുത്തരോട്, ഈ ഭൂമിയിലെ ഓരോ മക്കളോട് കർത്താവ് സംസാരിക്കുന്നുണ്ട് അല്ലേ ഹല്ലേലൂയ. ആ വെളിപ്പാട് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താകുന്നു? യേശുവേ ഹല്ലേലൂയ യേശുവേ നമ്മുടെ ആലയത്തെ ഒന്ന് മുന്നോട്ട് എടുക്കുക ചെയ്യുന്നത്. നീ ഇനി മനുഷ്യനെ പിടിക്കുന്നവരാകുമെന്നാ പറഞ്ഞത് അല്ലേ ഹല്ലേലൂയ. നമ്മൾ ആയിരിക്കുന്ന തലത്തിലേക്ക് യേശുവേ ഹല്ലേലൂയ അവിടെ ഒരു ഫിസിക്കലായിട്ട് ഒരു നന്മ, ഒരു ഭൗതികമായിട്ടൊരു ഒരു നന്മ അവിടെ കൊടുത്തുവെങ്കിൽ ഹല്ലേലൂയ അവന്റെ ആത്മമണ്ഡലത്തിലിരിക്കുന്ന അനേകം ഇരുളുകളെ ഒന്ന് മാറ്റി യേശുവേ ആത്മീയത്തിലൊന്ന് മുന്നോട്ട് എടുക്കാനുള്ള വഴിയാവുന്നു കർത്താവ് യേശുവേ അവിടെ വഴി വെട്ടി കൊടുത്തത് അല്ലേ ഹല്ലേലൂയ. ഇതുപോലെ തന്നെ യേശുവേ ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരെയും JCFT ആലയത്തിലെ മക്കളെ ഓരോരുത്തരെയും ഒന്ന് മുന്നോട്ട് എടുത്തുവെങ്കിൽ ഈ കൺവെൻഷനിലെല്ലാം യേശുവേ ഹല്ലേലൂയ കർത്താവ് ഇത്രത്തോളം ഹല്ലേലൂയ യേശുവേ ശുശ്രൂഷകളെല്ലാം ചെയ്തെടുത്ത് മുന്നോട്ട് എടുത്തുവെങ്കിൽ അല്ലേ ഹല്ലേലൂയ യേശുവേ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? യേശുവേ ഹല്ലേലൂയ. അതെ ലിസാജിയെയും ദിവ്യയും ജയരാജിനെ എല്ലാം JCFT ആലയത്തിന് വിശേഷം ഈ രണ്ട് ദിവ്യനെയും എലിസാജിനെയും വിളിച്ച് ശുശ്രൂഷ കർത്താവ് ചെയ്തപ്പോൾ ഹല്ലേലൂയ അങ്ങനെ ഒരു രോഗം വന്നപ്പോൾ യേശുവേ കണ്ണിന്റെ കാഴ്ച പോയി അല്ലേ ഹല്ലേലൂയ. അവസ്ഥ ആയിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? പക്ഷേ ഓർക്കണമേ അങ്ങനെ വന്ന ആ ഇരുളിനെ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്ന് സ്വർഗ്ഗസ്നായ പിതാവ് അല്ലേ ഹല്ലേലൂയ ആത്മാവ് കടന്നു വന്ന കണ്ണിന്റെ കാഴ്ച ശക്തി പോകുന്ന അല്ലേ ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിക്ക് ഇത്രയും ആ ഇരുളുകൾ
രോഗങ്ങൾ കടന്നു വന്നപ്പോൾ ഫിസിക്കലായിട്ട് ആ ശരീരത്തെ മൊത്തമായി ബാധിക്കാതെ ആ ദുഷ്ടൻ 51 കയറുന്നത് തടഞ്ഞു നിർത്തിയത് ആരാകുന്നു? എന്റെ കൈയാകുന്നു JCFTA എന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ. അനേകം മരണങ്ങൾ കടന്നു വന്നപ്പോഴെല്ലാം ഹല്ലേലൂയ ദൈവം നമ്മളെ നടത്തിയത് ഇത് മൂടി വെക്കുവാനല്ല, ഹല്ലേലൂയ. ഇത് ഉച്ചത്തിൽ ഘോഷിക്കാൻ പറഞ്ഞത് എന്താകുന്നു? ഹല്ലേലൂയ. യേശുവിന്റെ അകത്ത് ഹല്ലേലൂയ മടുത്തു പോകാതെ ഹല്ലേലൂയ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഇരുന്നിടത്ത് തന്നെ ഇരുത്തി ഇത്രയൊക്കെയായി ഞാൻ സ്വസ്ഥയായി ഇനി കർത്താവിന്റെ രണ്ടാം വരവിൽ അങ്ങ് പറന്നു പോകാമെന്ന് പഠിപ്പിക്കുന്ന ലോകത്തിന്റെ പഠനമല്ല കർത്താവ് നമ്മളെ ഇവിടെ ആലയത്തിൽ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഹല്ലേലൂയ ഈ പുസ്തകത്തിൽ ഞാൻ ആയിരിക്കുന്ന ഈ പുസ്തകത്തിൽ ഈ മണ്ഡലത്തിൽ ഹല്ലേലൂയ എത്രയോ എഴുത്തുകളാണെന്നറിയാമോ? എത്രയോ പേജുകളാണെന്നറിയാമോ? എത്രയോ എഴുത്തുകളാകുന്നു. അതാകുന്നു നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കേൾക്കുന്നില്ലേ, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു, പെട്ടെന്ന് ആക്സിഡന്റ് വന്ന് മരിച്ചു, ഹല്ലേലൂയ പെട്ടെന്ന് ആ കുഞ്ഞ് അവിടെ കുഴപ്പമില്ലായിരുന്നു, രാത്രി സൈലന്റ് ആയിട്ട് അവിടെ മരിച്ചു എന്ന് പറയുന്നത് എന്താകുന്നു? അനേകം എഴുത്തുകൾ ആ വ്യക്തിയിൽ എഴുതിയിട്ടുണ്ട്. എവിടെ? ആത്മമണ്ഡലത്തിൽ ഓരോ എഴുത്തുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ അവൻ പറയുന്ന കൽപ്പനകളെ നമ്മളൊന്ന് പ്രമാണിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ ദുഷ്ടനിട്ടിരുന്ന എഴുത്തിനെ കർത്താവ് ഒന്ന് മായ്ച്ച് ഹല്ലേലൂയ മരണം മാറി ജയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ ഞാൻ ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ആ ജീവനുണ്ടാകുവാൻ അത്രയും ഞാൻ വന്നിരിക്കുന്നു എന്നുള്ള ഒരു പുതിയ എഴുത്താവുന്നു കർത്താവ് അവിടെ എഴുതുന്നത്. ഹല്ലേലൂയ നമ്മൾ ഗ്രഹിക്കണമേ. ഹല്ലേലൂയ എത്രമാത്രം പിടിക്കപ്പെട്ടു കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും ഹല്ലേലൂയ നമ്മൾ വിശ്വാസത്തോടെ ഒന്ന് ഏറ്റെടുത്ത് ഹല്ലേലൂയ ഇവിടെ പറയുന്നത് പോലെ തന്നെ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ഹല്ലേലൂയ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ സംതിങ് ഹാസ് ബീൻ റിട്ടൺ ഏർലിയർ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ ആ എഴുത്ത് അനുസരിച്ച് തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകേണ്ടതുണ്ട്. എങ്ങനെയാകുന്നു? ഹല്ലേലൂയ ആ ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ ഹല്ലേലൂയ നമ്മൾ ഓർക്കണമേ, ഇനി രക്ഷയില്ല. അങ്ങനെയുള്ള മക്കളല്ലേ ഇവിടെ ആയിരുന്നത്? ഹല്ലേലൂയ പുറമേ നോക്കുമ്പോൾ എനിക്ക് കാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ല ബോട്ടുണ്ട്, എനിക്ക് മോട്ടറൈസ്ഡ് മെക്കനൈസ്ഡ് എഞ്ചിനുള്ള ബോട്ടുണ്ട്. പക്ഷെ കർത്താവ് നോക്കിയപ്പോൾ ഹല്ലേലൂയ ആ സ്വർഗ്ഗസ്ഥനായ പിതാവ് അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണു നോക്കിയപ്പോൾ ഇത് ഏറ്റവും ദ്രവിച്ചു കിടക്കുന്ന ബോട്ട് തന്നെയാകുന്നു. ഹല്ലേലൂയ പക്ഷെ എന്ത് ചെയ്തു? ഹല്ലേലൂയ ഈ പടക് കടലിൽ നിന്ന് അല്പം ഒന്ന് നീക്കണം. ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥനയ്ക്കൊന്ന് വരണേ യേശുവേ. ഹല്ലേലൂയ ഒന്ന് നീക്കി നമ്മളോട് അപേക്ഷിച്ച് ഹല്ലേലൂയ കർത്താവ് ഇന്ന് നമ്മളെ JCFTA ആലയത്തിൽ ഇത്രയും വർഷം ഹല്ലേലൂയ ഈ ആലയത്തിൽ ഇത്രത്തോളം മക്കളെ കൂട്ടി വരുത്തി ഹല്ലേലൂയ ഇത്രത്തോളം വിടുതൽ തന്ന കർത്താവ് നമ്മളവിടെ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ ഇത് മൂടപ്പെട്ടു പോകുവാനല്ല. കഴിഞ്ഞ പ്രാവശ്യം കർത്താവ് ആ മണ്ണിൽ പോയ സിയോൻ പുത്രിയുടെ തലത്തെ കർത്താവ് പൊക്കി എടുത്തുവെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഗ്രഹിക്കണമേ കിട്ടിയിരിക്കുന്ന വെളിപ്പാടുകൾ ഹല്ലേലൂയ മണ്ണിൽപ്പെട്ടു പോയ എത്രയോ സഭകളെ ദൈവം നമ്മളെ കാണിച്ചു തന്നു. അന്ന് എന്തിനാ നമ്മളെ വയനാട്ടിലേക്ക് ദൈവം കൊണ്ടുപോയത്? എന്തിനാ ദൈവം നമ്മളെ വയനാട്ടിൽ കൊണ്ടുപോയി കർത്താവ് ആ സാക്ഷി കാണിച്ചു തന്നത്? ഹല്ലേലൂയ JCFTA ആലയം അന്ന് ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങിയ ദൈവത്തിന്റെ ദാസി അന്ന് അത്രയും ആ ഇരുളിൽ യേശു അന്ന് വീട് വിട്ടിറങ്ങി യേശുവേ അന്ന് ആ സർപ്പത്തിന്റെ ഇടയിലൊക്കെ പോയി കിടന്നു എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന്റെ ഈ വെളിച്ചം അടിച്ചിട്ട് ഹല്ലേലൂയ അന്ന് ദൈവത്തിന്റെ ഈ വിളി കേട്ട് ആ വെളിച്ചം അടിച്ചപ്പോൾ ഹല്ലേലൂയ താൻ ആയിരിക്കുന്ന അറിവിൽ നിന്ന് ഒന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ പക്ഷെ നമ്മൾ കണ്ട കാഴ്ച ഗ്രഹിക്കണമേ. JCFTA ആലയത്തിന്റെ കണ്ണ് തുറപ്പിക്കാനാണ് കർത്താവ് പറയുന്നത്. ഗ്രഹിക്കണമേ. ഹല്ലേലൂയ എന്ത് ചെയ്തു? നമ്മളന്ന് പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ഒരു അന്യഭാഷയിൽ പ്രാർത്ഥന വന്നപ്പോൾ ഒന്ന് കൈ പോലും അടിക്കാൻ പറ്റാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആന്റിയെ കാണിച്ചത് എന്തിനു വേണ്ടിയിട്ടാകുന്നു? ഹല്ലേലൂയ ഗ്രഹിക്കണമേ. ഹല്ലേലൂയ പുസ്തകങ്ങൾ പലതും തുറന്നെങ്കിലും പലരും ഗ്രഹിച്ചില്ല. ഹല്ലേലൂയ but my ambition has always been to preach the new thing where the name of the Lord has never been reached. ഹല്ലേലൂയ എന്റെ അംബീഷൻ എന്താകുന്നു? ദൈവത്തിന്റെ വെളിപ്പാട് കിട്ടാത്ത മേഖലയിലേക്ക് അനുനിമിഷം ആ വെളിച്ചം കടന്നു വരുമ്പോൾ അവിടെ ആ ഇരുളിനെ മാറ്റി, ആ പഴയ തുരുത്തി മാറ്റി, ആ പഴയ തൊലി മാറ്റി ഹല്ലേലൂയ ആ പുതിയ വെളിപ്പാടിനെ സ്ഥാപിച്ച് മുന്നോട്ട് എടുക്കുവാനുള്ള ആത്മാവിനെ നമ്മളിലേക്ക് പകർന്നത്. ഹല്ലേലൂയ ഇന്ന് നമ്മുടെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി ആ കാഴ്ച കാണിച്ചുവെങ്കിൽ നമ്മളൊന്നും അത്രയൊന്നും ആയിട്ടില്ല. നമ്മൾ അത്രയും പോലും ദൈവത്തിന്റെ വിളികേട്ട് ഇറങ്ങിയ മക്കളൊന്നും അല്ല പക്ഷെ അന്നത്തെ കാലത്ത് ഇറങ്ങിയ ഒരു വ്യക്തിയുടെ ആത്മമണ്ഡലം നമ്മളെ ദൈവം കാണിച്ചു തന്നുവെങ്കിൽ നമ്മൾ അങ്ങനെ പട്ടുപോകാതിരിക്കാൻ വേണ്ടി ദൈവം നമ്മളെ കാണിച്ച കാഴ്ചയാകുന്നത്. ഹല്ലേലൂയ ഗ്രഹിക്കണമേ JCFTA ഹല്ലേലൂയ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കിട്ടിയ സാക്ഷ്യത്തെങ്കിലും എലീശ പറഞ്ഞു ഞാൻ എന്റെ അപ്പന്റെ അടുത്തൊക്കെ പോയിട്ടൊന്ന് ടാറ്റ പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ എങ്കിലും ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നെന്ന് നീ ഓർക്കണമേ JCFTA ഹല്ലേലൂയ അന്ന് നീ ആ മരണത്തിലേക്ക് പോയപ്പോൾ എന്റെ ആത്മാവാകുന്നു പിടിച്ചെടുത്ത് വട്ടായിന്ന് നമ്മുടെ എലിസബത്ത് അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. എന്റെ ആത്മാവാകുന്നു പിടിച്ചെടുത്ത്
ആമേൻ യേശുവേ ഹല്ലേലൂയ അവിടെ എലതി കിടന്ന ശോഭാന്റെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നത് എന്റെ ആത്മാവാകുന്നു ആമേൻ ഹല്ലേലൂയ പിടിച്ചെടുത്ത് ആമേൻ ഹല്ലേലൂയ എവിടെയായിരുന്നു ആമേൻ പാലായി കിടന്ന നമ്മുടെ ജെറുസലേമിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നത് എന്തിനു വേണ്ടിയിട്ടാകുന്നു ഹല്ലേലൂയ ഇതിനെ ഒന്ന് പണിതെടുക്കുവാൻ അല്ലേ ഹല്ലേലൂയ നമ്മൾ ഓർക്കണമേ നമ്മൾ ആരും ഈ ഫീൽഡ് തിരഞ്ഞെടുത്ത് നമ്മൾ ആരും ഇതിലേക്ക് വന്നതല്ല പക്ഷെ അവന്റെ തെരഞ്ഞെടുപ്പ് അവന്റെ വിളിയാകുന്നു എത്രയോ ആഴമാകുന്നു യേശുവേ ഹല്ലേലൂയ അതുകൊണ്ട് നമ്മൾ ഓർക്കണമേ യേശുവേ അതുകൊണ്ട് ഈ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ആമേൻ ഹല്ലേലൂയ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്നും ആമേൻ ഹല്ലേലൂയ പിതാവ് എന്നോട് കൂടി ഇരിക്കുന്ന ആകിയാൽ അല്ലേ ഹല്ലേലൂയ സ്വർഗ്ഗസ്ഥനായ പിതാവ് സ്വർഗ്ഗത്തിലെ ആ സ്കാനിംഗ് റിപ്പോർട്ട് തുറന്നു കൊടുത്തപ്പോൾ പറഞ്ഞു ഹല്ലേലൂയ ഇരുളായി കിടക്കുന്നു ആമേൻ വേഗം തന്നെ അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറഞ്ഞ യേശുവേ ഹല്ലേലൂയ പിടിച്ചെടുത്തുവെങ്കിൽ ഹല്ലേലൂയ അവിടെ വേഗം തന്നെ ആ മീനിന്റെ ബിസിനസ് മാറ്റി വേഗം തന്നെ പത്രോസ് ഈ ബിസിനസ്സിലേക്ക് പോയി അല്ലേ ഹല്ലേലൂയ അത് നമുക്കൊരു അടയാളമാകുന്നു എന്താകുന്നു ഹല്ലേലൂയ നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് ആമേൻ ഹല്ലേലൂയ നമുക്കൊരു സന്തോഷം കിട്ടിയെങ്കിൽ നമുക്കൊരു ആരോഗ്യം കിട്ടിയെങ്കിൽ ഹല്ലേലൂയ എനിക്കൊരു വിടുതൽ കിട്ടിയെങ്കിൽ അന്ന് മമ്മ വചനം പറഞ്ഞ ശക്തികളെ കുറിച്ച് സംസാരിക്കുന്ന ആ ഒരു വെളിപ്പാടാകുന്ന ദൈവം എന്നെ ഇതിനകത്തേക്ക് ആകർഷിച്ചത് കാരണം ആരും പ്രസംഗിച്ച് കേൾക്കാത്ത ഒരു പ്രസംഗം ആമേൻ ഹല്ലേലൂയ ആ മലമുകളിൽ ഘോഷിക്കുന്ന ഒരു ശബ്ദം എന്റെ ഉള്ളിൽ ആമേൻ ഹല്ലേലൂയ മമ്മ പറയുന്നതാകുന്നു എന്നെ ഇതിനകത്തേക്ക് ആകർഷിച്ചത് എങ്കിൽ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ആ ഇരുൾ അല്ലേ ഹല്ലേലൂയ ആകുന്നു മരണം കൊണ്ടുവരുന്നത് എന്നും ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനാകുന്നു ആമേൻ സ്വർഗ്ഗസ്ഥനായ ദൈവം ഇരിക്കുന്നത് എന്നും നമ്മുടെ ഭവനത്തിൽ മരണം കൊണ്ടുവരുന്നത് ഇരുളാകുന്നു എന്നും ഹല്ലേലൂയ ആ ഇരുളിനെ എങ്ങനെയാവുന്നു പിടിച്ചടക്കേണ്ടത് എന്നുള്ള ഒരു വെളിപ്പാട് യേശുവേ ഹല്ലേലൂയ കർത്താവ് സീയോൻ പുത്രിയിലൂടെ ഒന്ന് തന്നു ആമേൻ അത് കണ്ടപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ വെളിച്ചത്തിലേക്ക് വന്നുവെങ്കിൽ ഹല്ലേലൂയ ജെസിഎഫ്കി ആലയമേ നമ്മൾ നിന്നു പോകരുത് ആമേൻ ഹല്ലേലൂയ ഈ 3 ദിവസത്തെ കൺവെൻഷൻ കർത്താവ് നമുക്ക് കൊണ്ടുവന്നുവെങ്കിൽ നമ്മളാകുന്ന ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറഞ്ഞ പുതുതായി ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണാൻ സാധിക്കില്ല അല്ലേ ഹല്ലേലൂയ പുതുതായി ജനിക്കണം അല്ലേ ഹല്ലേലൂയ യേശുവേ അപ്പോൾ ഏതൊരു കാര്യം കടന്നു വരുമ്പോഴും യേശുവേ ഹല്ലേലൂയ ഒന്നെങ്കിൽ മാത്രമേ യേശുവേ ഹല്ലേലൂയ യേശുവേ നമുക്ക് അവിടെ ഒരു ജീവൻ വെപ്പിക്കുവാൻ കഴിയുള്ളൂ അല്ലേ ഹല്ലേലൂയ ഇന്ന് ആ താക്കോൽ തന്നുവെങ്കിൽ സ്വർഗ്ഗത്തിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ അന്യഭാഷയുടെ സമയത്ത് കർത്താവ് ആ പുതിയ 2000ന്റെ നോട്ട് ഇറക്കി കാണിച്ചതിന് ശേഷം ആമേൻ ഹല്ലേലൂയ കർത്താവ് ഇന്ന് ആമേൻ യേശുവേ താക്കോല് തന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ ആഴത്തിൽ കിടക്കുന്ന കല്ലിന്റെ അടിയിൽ കിടക്കുന്ന ഒരിക്കലും വെളിച്ചം കണ്ടിട്ടില്ലാത്ത ഒരിക്കലും വിടുതൽ ഇല്ല എന്ന് പറഞ്ഞ ആ തലത്തിലേക്കാവുന്നു കർത്താവ് കീ തന്നത് ആമേൻ യേശുവേ ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ അടഞ്ഞിരിക്കുന്ന വാതിലുകളെ ഒന്ന് തുറപ്പാൻ യേശുവേ ഹല്ലേലൂയ നമ്മുടെ എല്ലാ മന്ദിപ്പുകളെ ഒന്ന് മാറ്റുവാൻ തക്കവണ്ണം ഇന്ന് ആ ദൈവത്തിന്റെ ഇറങ്ങി വന്നിട്ടുണ്ട് ആര് വിശ്വസിക്കുന്നുവോ അല്ലേ ഹല്ലേലൂയ ആര് വിശ്വസിക്കുന്നുവോ ഹല്ലേലൂയ അവന്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ അതെ അത് എഴുതി വെച്ചിട്ടുണ്ട് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും ആമേൻ ഹല്ലേലൂയ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹല്ലേലൂയ പക്ഷെ ഈ പുസ്തകം തുറപ്പാനും ഇതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായി ആരെയും ഞാൻ കണ്ടില്ല പക്ഷെ കാണിക്കുന്ന ഒരു കർത്താവ് യോഗ്യനായി നമ്മളെ ആക്കുന്ന കർത്താവ് അതെങ്ങനെയാകുന്നു ആ ദൂതായി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതൊക്കെ അനുസരിച്ച് കഴിയുമ്പോൾ യേശുവേ ഹല്ലേലൂയ യേശുവേ അതിന്റെ അകത്തിരിക്കുന്ന അനേകം ഇരുളുകളെ കർത്താവ് മാറ്റുകയാണ് ചെയ്യുന്നത് ആമേൻ ഹല്ലേലൂയ ഈ ആത്മാവിനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ യേശുവേ ഇതൊരു ദോഷമല്ല ഇതൊരു പൊട്ടത്തരമല്ല ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവിനെ കടന്നു വരുമ്പോൾ യേശുവേ ഹല്ലേലൂയ നമ്മളാകുന്ന ഈ മണ്ഡലം ഇങ്ങനെ യാത്ര ചെയ്യുകയാകുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഈ ഓരോന്നും ആമേൻ ഓരോ സ്ഥലത്തും നിൽക്കുന്ന ആ ഇരുൾ ആ ഒരു അപകടം കർത്താവ് വിട്ടു പോകട്ടെ എന്ന് പറയുന്നെങ്കിൽ അല്ലേ ഹല്ലേലൂയ കഴിഞ്ഞൊരു TGP കർത്താവ് പറഞ്ഞു പുറത്തു നിന്ന് മുകളിൽ നിന്ന് വരുന്ന തെങ്ങിൽ നിന്ന് വരുന്ന അപകടം വിട്ടുപോകട്ടെ എന്ന് ഞാൻ ഇത് കഴിഞ്ഞ നെക്സ്റ്റ് ഓഫീസിൽ പോയപ്പോൾ വണ്ടി ഓടിച്ച് പോയപ്പോൾ കുറച്ച് മുമ്പായിട്ട് മുകളിൽ നിന്ന് ആ തേങ്ങയും കണ്ട വീണ് ശരിക്കും എനിക്ക് മുമ്പിലുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് ഭാഗ്യത്തിന് ദൈവത്തിന്റെ കൃപയാണ് ഭാഗ്യമല്ല ദൈവത്തിന്റെ കൃപ കടന്നു വന്ന് അവിടെ ആർക്കും ഒന്നും സംഭവിക്കാതെ മുന്നോട്ടെടുക്കുകയാണ് ചെയ്തത് അതെന്താകുന്നു കർത്താവ് നേരത്തെ ആ ശക്തി ശാസിച്ചിരുന്നു അല്ലേ ഹല്ലേലൂയ ഇങ്ങനെ തന്നെയാകുന്ന ഈ ആത്മാവ് കടന്നു വരുമ്പോൾ എവിടെയൊക്കെയാവുന്ന രോഗമുള്ളത് എവിടെയൊക്കെയാവുന്ന മരണം വ്യാപരിക്കുന്നത് അവിടെ എല്ലാം ഈ ആത്മാവെന്ന ടോർച്ച് അടിച്ച് ഹല്ലേലൂയ ഹീലിംഗ് പവർ നമ്മളിലേക്ക് തരികയാണ് ചെയ്യുന്നത് അല്ലേ ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും ഗ്രഹിക്കണമേ ആമേൻ ഹല്ലേലൂയ യേശു പണ്ട് സീയോൻ പുത്രി പറയുന്ന സീയോൻ പുത്രിക്ക് കൊടുത്തൊരു വാഗ്ദത്തമായിരുന്നു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് ആലയത്തിന്റെ അകത്ത് ഇരുന്ന് വചനം കേൾക്കുമെന്ന് അതിന്റെ ഉദാഹരണമാവുന്നു നമ്മളെല്ലാവരോടും ഇരുന്ന് ആമേൻ യേശുവേ ഹല്ലേലൂയ ഇന്ന് നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് അല്ലേ ഹല്ലേലൂയ യേശുവേ അന്ന് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അല്ലേ പക്ഷെ അതിനെ ഇപ്പുറത്തേക്ക് എടുത്തത് ആരാ പരിശുദ്ധാത്മാവ് സ്വർഗ്ഗസ്ഥനായ പിതാവ് അല്ലേ ഹല്ലേലൂയ ഒന്ന് ഇറങ്ങി വന്ന് തന്നെ യേശുവേ യൂസിങ് ആമേൻ ഹല്ലേലൂയ ഈ
പൈപ്പ് അവൻ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാകുന്നു? ഒന്ന് വെള്ളം തുറന്ന് ടാപ്പ് തുറന്ന് ആ പൈപ്പ് ഒന്ന് തുറന്ന് ഇതിന്റെ അകത്തേക്ക് ആ വെള്ളം ഒന്ന് അടിച്ച് യേശുവേ ഹല്ലേലൂയ അനേകം ഇരുളുകളെ മാറ്റി, അല്ലേ ഹല്ലേലൂയ നമ്മുടെ ജീവനെ മുന്നോട്ട് എടുത്തിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മടുത്തു പോകാതെ ഇന്ന് നാഥ ഞങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം അപ്പ, അല്ലേ ഹല്ലേലൂയ. ഇത് ഗ്രഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് സാധാരണ പ്രസംഗം പോലെ തോന്നുകയില്ല. പക്ഷെ യേശുവേ ഹല്ലേലൂയ ദൈവരാജ്യത്തെ കുറിച്ച് ഉപദേശിച്ചുകൊണ്ട്, അല്ലേ ഹല്ലേലൂയ മുന്നോട്ടെടുത്തതുപോലെ തന്നെ യേശുവേ ഇതിന്ന് ഞങ്ങൾക്ക് ആചരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളാണല്ലോ ഈ പറയുന്നത്. ആമേൻ ഹല്ലേലൂയ. പക്ഷെ പുസ്തകം തുറന്ന് യേശുവേ നമ്മൾ എന്തുകൊണ്ടാണ് ഇന്നും കർത്താവ് ഫ്രഷ് ആയിട്ട് തന്നെ നമ്മളോട് നിർത്തിയിരിക്കുന്നത്? എന്തുകൊണ്ടാകുന്നു? ഈ ആത്മാവ് നമ്മളിലേക്ക് ഊതി, അല്ലേ ഹല്ലേലൂയ പകർന്നു തന്നതുകൊണ്ട് തന്നെയാകുന്നു. പുസ്തകം തുറക്കാനും അതിന്റെ മുദ്രകളെ പൊട്ടിക്കാനും, അല്ലേ ഹല്ലേലൂയ യോഗ്യനായി ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് അതിലേക്ക് ക്വാളിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന എന്തിനാവുന്നു? ഞാൻ എന്ന ഈ ഭവനത്തിൽ അനേകം മരണങ്ങളെ മാറ്റുവാൻ, ആമേൻ ഹല്ലേലൂയ എന്റെ ഭവനത്തിൽ വരുന്ന അനേകം ഇരുട്ടുകളെ മാറ്റുവാൻ, ഹല്ലേലൂയ ആ വെളിച്ചം യേശുവേ ഹല്ലേലൂയ എന്നും കത്തി പ്രകാശിക്കുവാൻ, അല്ലേ ഹല്ലേലൂയ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ കൺവെൻഷനിൽ യേശുവേ ഹല്ലേലൂയ കടന്നു വന്നുവെങ്കിൽ ഹല്ലേലൂയ മടുത്തു പോകാതെ യേശുവേ ഹല്ലേലൂയ ഇന്ന് കർത്താവ് എല്ലാ മക്കളിലേക്കും യേശുവേ ഹല്ലേലൂയ ആ സ്വർഗ്ഗസ്ഥനായ പിതാവ് കടന്നു വന്ന് തന്നെ യേശുവേ ഹല്ലേലൂയ ആ കാറ്റടിച്ച് ഇന്ന് അന്യഭാഷയുടെ സമയത്ത് കർത്താവിന് പ്രത്യേക ഒരു ഹല്ലേലൂയ വിടുതൽ നമുക്ക് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലഭിക്കുന്നവനല്ലാതെ ആർക്കും മനസ്സിലാകാത്ത, അല്ലെ ലഭിക്കാത്ത അറിയാത്ത ആ സ്ഥലം കർത്താവിന് ഓരോ മക്കൾക്കും ആമേൻ ആ വിടുതൽ തന്നിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് നമ്മൾ മടുത്തു പോകാതെ യേശുവേ ഗോ ആൻഡ് കം ബാക്ക്. കർത്താവ് നമ്മുടെ അന്യഭാഷയിലും ആരാധന എല്ലാം പറയുന്നത് പോലെ തന്നെ ഗോ ആൻഡ് കം ബാക്ക്, അല്ലേ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ സാക്ഷ്യപ്പെട്ടകം ഇത് അകത്തുണ്ടെങ്കിൽ മാത്രമേ ഇത് ചലിക്കുന്ന പ്രാണിയായി, ഇത് ചലിക്കുന്ന ആലയമായിട്ട് മാറുക. അല്ലെങ്കിൽ അവിടെ ഇരുന്നു പോകും. ഏലി പുരോഹിതനെ പോലെ അവിടെ ഇരുന്നു പോകും. പക്ഷെ ഇരുന്നു പോകുവാനല്ല, ഇതിന് എപ്പോഴും, അല്ലെ ഈ പെട്ടകത്തിന്റെ അകത്ത് യേശുവേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തന്ന് നീ ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ നമ്മുടെ ആകുന്ന ആലയത്തെ മുന്നോട്ടെടുക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ.